നമുക്ക് ദിലീപിന്റെ മൈസാൻഡ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. റിലീസ് ചെയ്ത സമയത്ത് പ്രതീക്ഷിച്ചത്ര വിജയം തിയേറ്ററുകളിൽ നിന്ന് നേടിയില്ലല്ലോ ഈ ചിത്രം. ഈ ചിത്രം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? ഒരു സാധാരണ പ്രേക്ഷകന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ ചിത്രം എങ്ങനെ പരാജയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായ ചില കാരണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം ലിമിറ്റഡ് ഓഡിയൻസ് ആണ്. കാരണം ഈ സിനിമ കൂടുതലായും കുട്ടികൾക്ക് വേണ്ടിയാണ് ഇറക്കിയത്. കുട്ടികൾക്ക് ഈ സിനിമ രസിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കുട്ടികളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഫാമിലി ഓഡിയൻസ് വരണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ കഥയുമായി ഫാമിലി ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ദിലീപിന്റെ മാസ് അല്ലെങ്കിൽ കോമഡിയോ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാരണമാണ് ഇമോഷൻസ് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ സിനിമയെ ഒരു ക്രിസ്മസ് കാലത്ത് തിയേറ്ററിൽ എത്തുന്ന ആൾക്കാർ കുറച്ച് ആഘോഷിക്കാനും ചിരിക്കാനും ഒക്കെയാണ് എത്തുക. ഈ സിനിമയുടെ രണ്ടാം ഭാഗം അല്പം ഇമോഷൻസ് കൂടിപ്പോവുകയും ആളുകൾക്ക് അധികം കണക്ട് ചെയ്യാതെയും വന്നു. ഈ സിനിമ ആളുകളെ കരയിപ്പിക്കാൻ നോക്കിയത് ആളുകൾക്ക് അധികം ദഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമ ലാഗാണെന്നും പറയപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ പ്രയോജിക്കുന്ന ക്ലൈമാക്സ്. ഒരു സാധാരണ പ്രേക്ഷകന് സിനിമ കാണുമ്പോൾ അടുത്തതായി എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായി ഊഹിക്കാൻ കഴിയുന്നു. മേക്കിങ്ങിന്റെ പുതുമയില്ലായ്മയും കഥയിലെ പുതുമയില്ലായ്മയും ഒക്കെ തന്നെ ഈ സിനിമയെ തിയേറ്ററുകളിൽ ആളെ കയറ്റാൻ വിസമ്മതിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ സിനിമ OTTയിൽ വന്നപ്പോൾ ഒരു കൾട്ട് ക്ലാസിക്കൽ സിനിമയായി മാറാനേ മൈസാൻഡ എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞുള്ളൂ. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.